ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. ചേലക്കര പുലാക്കോട് സഹോദരൻ അൻസാറിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അൻസാറിനെയും സുഹൃത്തിനെയും കോടതി റിമാൻഡ് ചെയ്തു. അന്വേഷണം ഊർജിതമാക്കി പോലീസ് സംഘം. ചേലക്കര പുലാക്കോട് തോട്ടുപാലത്തിന് സമീപം യുവാവ് കൊല്ലപ്പെട്ട കേസിൽ സിനിമയെ വെല്ലുന്ന കുറ്റാന്വേഷണ വിവരങ്ങളാണ് ഓരോ നിമിഷവും പുറത്തുവരുന്നത്. സംഭവത്തിൽ കൊല്ലപ്പെട്ട അൻസാറിന്റെ സഹോദരൻ അൻവർ, സുഹൃത്ത് അനീഷ് എന്നിവരെ കോടതിയിൽ ഹാജരാക്കി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കേസുമായി ബന്ധപ്പെട്ട് മറ്റൊരാൾ കൂടി നിലവിൽ പോലീസ് കസ്റ്റഡിയിലുണ്ട്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. പ്രതികളെ കൂടുതൽ തെളിവെടുപ്പിനായി കസ്റ്റഡിയിൽ ലഭിക്കാൻ പോലീസ് നാളെ കോടതിയിൽ അപേക്ഷ നൽകും. വരും ദിവസങ്ങളിൽ കൊലപാതകം നടന്ന വീട്ടിലെത്തിച്ച് പ്രതികളെ തെളിവെടുപ്പിന് വിധേയമാക്കും. നാടിനെ നടുക്കിയ ഈ കൊലപാതകത്തിലെ ഓരോ ചുരുളുകളും ചേലക്കര പോലീസ് അഴിച്ചെടുക്കുകയാണ്. പരേതരായ അലി റാബിയ ദമ്പതികളുടെ മക്കളായ അൻവറും അൻസാറുമായിരുന്നു പുലാക്കോട്ട് വീട്ടിൽ താമസിച്ചു വന്നിരുന്നത്. മൂന്നാമത്തെ സഹോദരൻ മാസങ്ങൾക്ക് മുമ്പ് മറ്റൊരിടത്തേക്ക് താമസം മാറിയിരുന്നു. അൻവറിന്റെ ഭാര്യ ഗർഭിണിയായതിനെ തുടർന്ന് എളനാടുള്ള സ്വന്തം വീട്ടിലേക്ക് പോയതോടെയാണ് സഹോദരങ്ങൾ മാത്രമായി വീട്ടിൽ കഴിഞ്ഞിരുന്നത്. ബസ് കണ്ടക്ടറായ അൻവർ ജോലി കഴിഞ്ഞെത്തുമ്പോൾ അൻസാർ സുഹൃത്തുക്കളുമായി വീട്ടിലിരുന്ന് മദ്യപിക്കുന്നത് പതിവായിരുന്നു. ഇത് അൻവർ ചോദ്യം ചെയ്തതോടെയാണ് തർക്കങ്ങളുടെ തുടക്കം. ശനിയാഴ്ച രാത്രി വീട്ടിലുണ്ടായ സംഘർഷത്തെ തുടർന്ന് അൻവർ തന്നെ പോലീസിനെ വിളിച്ചു വരുത്തിയിരുന്നു. പോലീസ് സ്ഥലത്തെത്തി ഇവരെ പിരിച്ചുവിട്ടപ്പോൾ താൻ ബസ്സിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞ് അൻവർ അവിടെ നിന്നും ഇറങ്ങി. എന്നാൽ പിറ്റേന്ന് രാവിലെ ബന്ധുക്കളെത്തുമ്പോൾ വീടിന്റെ 2 വാതിലുകളും പുറത്തുനിന്ന് കുറ്റിയിട്ട നിലയിലായിരുന്നു. വീടിനുള്ളിലെ കോണിപ്പടിക്ക് സമീപം അൻസാറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയതോടെയാണ് കൊലപാതക വിവരം പുറം ലോകമറിയുന്നത്. അയൽ വീട്ടിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസിന് പുലർച്ചെ 2:45 അൻവർ ഉൾപ്പെടെ 5-6ഓളം പേർ വീടിന് പുറത്തുള്ള നിർണായക ദൃശ്യങ്ങൾ ലഭിച്ചു. സൈബർ സെല്ലിന്റെ സഹായത്തോടെ ഈ ദൃശ്യങ്ങളും ഫോൺ രേഖകളും പോലീസ് സൂക്ഷ്മമായി പരിശോധിച്ചു വരികയാണ്. തലക്കേറ്റ ആഴത്തിലുള്ള മുറിവാണ് അൻസാറിന്റെ മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിരുന്നു. കൊലപാതകത്തിൽ നേരിട്ട് പങ്കുള്ളവരെയും ഒളിവിൽ പോകാൻ സഹായിച്ചവരെയും കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത്. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ തെളിവെടുപ്പ് നടത്തുന്നതോടെ കൊലപാതകത്തിന്റെ പൂർണ്ണരൂപം പുറത്തുവരുമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. ന്യൂസ് ഡെസ്ക് CCV ന്യൂസ്.